അബദയുടെ തസ്രീഫ് നോക്കിയാൽ മതി, സർഫാക്കല്. അബദ അബദ അബദു, അബദത് അബദത അബദ്ന, അബദ്ത അബദ്തുമ അബദ്തും. അതായത് അബത്തും, നിങ്ങൾ ഇബാദത്ത് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ ആരാധിച്ചു. ആ വാക്കാണ് സൂറത്തുൽ കാഫിറൂനിൽ വന്നിരിക്കുന്നത്. ഇദ്ഗാം, ഇദ്ഗാം എന്ന് പറഞ്ഞാല് ലയിപ്പിക്കുക. സുക്കൂനുള്ള ഒരു അക്ഷരത്തെ ഹറക്കത്തുള്ള ഒരു അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യുക, ലയിപ്പിക്കുക. ഇവിടെ രണ്ടായത്തിലും വന്നിരിക്കുന്നത് ഒരേ അക്ഷരങ്ങളാണ്, പക്ഷെ സ്ഥാനം മാറിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. ആദ്യത്തേതില് ദാലുണ്ട്, സുക്കൂൻ ചെയ്ത ദാൽ. മുസ്ഹഫിൽ ഒന്നും കാണാൻ സാധിക്കില്ല. തൊട്ടടുത്ത് ഹർക്കത്തുള്ള താ. ഈ ദാലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? തായിലോട്ട് ഇദ്ഗാം ചെയ്യുന്നു. കാരണം അവ രണ്ടിന്റെയും മഖ്റജ് ഒന്നാണ്, ഉത്ഭവസ്ഥാനം ഒന്നാണ്. അപ്പൊ ഈ സുക്കൂനുള്ള ദാലിനെ തായിലോട്ട് ലയിപ്പിക്കുന്നതോടുകൂടി ദാലിന്റെ ശബ്ദം ഇല്ലാതാകുന്നു, താ എന്താകുന്നു? ശബ്ദാകുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഖുർആൻ ഓതുന്നത്? മഅബത്തും, ദാലിന്റെ ശബ്ദമില്ല. മഅബത്തും വലാ അന ആബിദും മഅബത്തും. രണ്ടാമത്തേതോ ഇതിന്റെ നേരെ തിരിച്ചാണ്. ആദ്യം വന്നിരിക്കുന്നത് താ സുക്കൂനാണ്. മുസ്ഹഫിലൊന്നും കാണാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തായിനെ ദാലിലോട്ട് ലയിപ്പിച്ചു. തായിന്റെ ശബ്ദമേ അവിടെ ഇല്ല. പകരം എന്ത് ചെയ്യുന്നു? ദാലിന് ശബ്ദ കൊടുക്കുന്നു. അപ്പൊ ദാലിന്റെ ശബ്ദം മാത്രമേ അവിടെ ഉള്ളൂ. എങ്ങനെ പാരായണം ചെയ്യും? അസ്ഖല ദഅവല്ലാഹ, അസ്ഖല ദഅവല്ലാഹ فلما أثقلت دعوا الله ربهما